അപ്പോസ്തല പ്രവർത്തനം 16 നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അപ്പോസ്തല പ്രവർത്തനത്തിലെ പല അധ്യായങ്ങളും കാണുന്നുണ്ട്. പൗലോസ്ലിയുടെ എപ്പിസോഡുകളൊക്കെ വായിച്ചു നോക്കിയാൽ ഈ പൗലോസ്ലിയായും സീലാസും കൂടെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നവർ പാടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലർ രാത്രികാലം ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി, ബന്ധിതരെല്ലാം മോചിതരായല്ലോ എന്നൊക്കെ നമ്മൾ പാടി പ്രാർത്ഥിക്കാറില്ലേ? ശരിക്കും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുമ്പോഴല്ല, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവർ ദൈവത്തെ ആരാധിച്ചു. നമുക്ക് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത വാക്കുപോലെ വല്ലാത്ത അസ്വസ്ഥതയിലായിരിക്കും. എത്ര തവണ അച്ഛൻ അസ്വസ്ഥത എന്ന് പറയുന്നതെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് അസ്വസ്ഥപ്പെടുന്നുണ്ടാവും. എന്ത് തന്നെ ആയാലും ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ പോലും ഈശോ ഇന്ന് ഇത് നിങ്ങളെ കേൾപ്പിച്ചില്ലേ? എന്നോടും ഈശോ തന്നെയല്ലേ സംസാരിക്കുന്നത്? അച്ഛന് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ, നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ബലം പ്രയോഗിച്ച് കൂടുതൽ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏറ്റവും നല്ല വഴി ആരാധനയ്ക്ക് പോയിരിക്കുക. ചുമ്മാ അവിടെ ഇരുന്നു. അത് നമ്മളെ തന്നെ ഒന്ന് മസിൽ പിടിച്ച് പോയിരിക്കുന്നതാണ്. ഈശോ അതിന് ഉത്തരം തരും. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഫൗസ്റ്റീൻ്റെ അമ്മ പറഞ്ഞ പോലെ 872 പാരഗ്രാഫിൽ ആ ഡയറിയിൽ പറഞ്ഞ പോലെ ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നത് അങ്ങനെയുള്ള സമയത്താണ്.